നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി പിള്ളൈ, കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ്, തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് നാം വേൾഡ് ആസ്മ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷം അത് 7th മെയ് ആണ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ അഥവാ ജിന എന്ന് പറയുന്ന സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ആസ്മ ഡേ തീം എന്ന് പറയുന്നത് ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നുള്ളതാണ്. അതായത് ബ്രോങ്കിയൽ ആസ്മ ഉള്ള രോഗികൾക്ക് ഈ രോഗത്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ശരിയായ രീതിയിൽ ലഭിക്കുകയും അതുവഴി ഇവർക്ക് കറക്റ്റ് സമയത്ത് മെഡിക്കൽ ഹെൽപ്പ് കിട്ടുകയും ചെയ്യണം. ആ വഴി ഇവർക്ക് കറക്റ്റ് ചികിത്സയും ലഭിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ ഗ്ലോബൽ അവയർനെസ് ക്യാമ്പയിൻ. വേൾഡ് വൈഡ് ഏകദേശം 235 ദശലക്ഷം ആളുകൾ ആസ്മ രോഗബാധിതരാണ്. ഇനി എന്താണ് ബ്രോങ്കിയൽ ആസ്മ? ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക്, അതായത് ദീർഘകാലം ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും. ഇത് ഏതൊരു പ്രായത്തിലുള്ള രോഗികളെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ ചുമ, ശ്വാസംമുട്ട്, ചെസ്റ്റ് ടൈറ്റ്നസ്, അതുപോലെ തന്നെ കുറുങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഇത് പല ദിവസവും രോഗിക്ക് പലതരത്തിലായിരിക്കാം ലക്ഷണങ്ങൾ. ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ കൂടുതൽ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. അതായത് സിംറ്റംസ് വേരി ഓവർ ടൈം ആൻഡ് ഇൻറ്റൻസിറ്റി എന്നാണ് ഇതിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. എന്താണ് ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പത്തോഫിസിയോളജി അഥവാ എങ്ങനെയാണ് ഈ ആസ്മ ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ ശ്വാസകോശത്തിൽ ട്രക്കിയ എന്ന് പറയുന്ന ഭാഗത്തിൽ തുടങ്ങി നമ്മുടെ ശ്വാസനാളികൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ബ്രോങ്കൈ, ബ്രോങ്ക്യൂൾസ് തുടങ്ങിയ റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊരു രോഗി ഒരു ട്രിഗറായിട്ട് രോഗിക്ക് കോൺടാക്റ്റ് വരുമ്പോൾ, ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന ഏതൊരു സാധനമായിരിക്കാം. അത് ചിലപ്പോൾ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളായിരിക്കാം, ചിലപ്പോൾ പോളൻ ഗ്രെയിൻസ് ആയിരിക്കാം, ചിലപ്പോൾ പൊടി പടലങ്ങളായിരിക്കാം, ഡസ്റ്റ് മൈറ്റ്സ് ആയിരിക്കാം. അങ്ങനെ എന്തൊരു കോൺടാക്റ്റ് വരുമ്പോഴേക്കും ഈ രോഗിയുടെ ശ്വാസനാളികളിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്മൂത്ത് മസിൽ ഹൈപ്പർട്രോഫി ആൻഡ് സെൽ ഹൈപ്പർപ്ലേസിയ എന്നുള്ളതാണ്. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാംസപേശികളിൽ വലിപ്പം കൂടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കോശങ്ങൾ പലതവണ ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു നീർക്കെട്ട്, ബ്രോങ്കൈറ്റിസ് തുടങ്ങി തരത്തിലുള്ളൊരു നീർക്കെട്ട് ഉണ്ടാകുന്നു. അതുവഴി നമ്മുടെ ശ്വാസനാളികളിൽ നാരോയിങ് അഥവാ അടപ്പ് വരുന്നു. അങ്ങനെയാണ് രോഗിക്ക് ഒരു ശ്വാസം മുട്ട് നേരിടേണ്ടി വരുന്നത്. ഇനി എന്താണ് ആസ്മ എന്ന് പറയുന്ന രോഗത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവാം? അപ്പം ഇതിന് പ്രധാനമായിട്ട് പറയുന്നത് ജെനറ്റിക് പ്രീഡിസ്പോസിഷനാണ്. ജെനറ്റിക് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഒരു കൊച്ചിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ബ്രോങ്കിയൽ ആസ്മ ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജീൻ എൻവയൺമെൻറ്റൽ ഇൻറ്ററാക്ഷൻസ് എന്ന് പറയും. അതായത് ജെനറ്റിക്കായിട്ട് ഒരു വ്യക്തിക്ക് ആസ്മ രോഗം വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എൻവയൺമെൻറ്റൽ ഇൻറ്ററാക്ഷൻസ് കൊണ്ട് ഇത് കൂടാനുള്ള സാധ്യതകൾ വരാം. അതുപോലെ തന്നെ പ്രധാനമായ കാരണങ്ങളാണ് സ്മോക്കിംഗ്. അത് പാസീവ് സ്മോക്കിംഗ് ആയിരിക്കാം. അതായത് വീട്ടിൽ പുക വലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് സ്മോക്കിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷനിൽ പ്രധാനമായിട്ട് പറയുന്നത് ഹൗസ് ഡസ്റ്റ് മൈറ്റ്സ്, അതുപോലെ തന്നെ വീട്ടിൽ ഫംഗസ്, മോൾഡ്സ്, അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ഇൻഡോർ അലർജൻസ് ഇതിന് കാരണമാവുന്നത്. അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് പറയുകയാണെങ്കിൽ കെമിക്കൽസ്, പൊല്യൂട്ടൻസ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഫോർ എക്സാമ്പിൾ ആർത്തവം മൂലമുണ്ടാകുന്ന കാറ്റമീനിയൽ ആസ്മ എന്ന് പറയും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ കൂടുന്ന ആസ്മ, ഒബീസിറ്റി കാരണം കൂടുന്ന ആസ്മ. അതുപോലെ തന്നെ പല ഭക്ഷണങ്ങൾ ആസ്മയിലേക്ക് നയിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ ഷെൽ ഫിഷ്, ഡയറി പ്രൊഡക്ട്സ്, എഗ്ഗ് തുടങ്ങിയ പല ഭക്ഷണ പദാർത്ഥങ്ങൾ മൂലം ആസ്മയുടെ കൂടാം. അതുപോലെ തന്നെ പല മരുന്നുകൾ, ഈ BP ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതുപോലെ തന്നെ വേദന സംഹാരികൾ, ഇതെല്ലാം ആസ്മയ്ക്ക് നയിച്ചേക്കാം. അതുപോലെ തന്നെ എക്സസൈസ് കുറയുക, പൊണ്ണത്തടി, ഇതെല്ലാം ആസ്മയ്ക്ക് ചിലപ്പോൾ കാരണമായേക്കാം. ഇനി ബ്രോങ്കിയൽ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ബ്രോങ്കിയൽ ആസ്മയുടെ പ്രധാനമായ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമ, ശ്വാസമുട്ട്, അതുപോലെ തന്നെ കുറുങ്ങൽ, ചെസ്റ്റ് ടൈറ്റ്നസ് അഥവാ നെഞ്ചിൽ തോന്നുന്ന വലിവ് തുടങ്ങിയതാണ് പ്രധാനമായ ലക്ഷണങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലക്ഷണങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല. ഇത് വേരി ഓവർ ടൈം ആൻഡ് ഇൻറ്റൻസിറ്റി. എല്ലാ ദിവസവും ഇതിൻ്റെ തീവ്രത പലതരത്തിലായിരിക്കാം. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ രോഗിക്ക് യാതൊരു ലക്ഷണവും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രോഗിക്ക് കൂടുതൽ ലക്ഷണങ്ങൾ കാണുന്നത് ഏർലി മോർണിംഗ്, രാവിലെയും അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലാണ് കൂടുതൽ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഇതിപ്പം കുട്ടികളിൽ പറയുകയാണെങ്കിലും ഇതേ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം.
അത് കുട്ടി ചിരിക്കുമ്പോഴോ കരയുമ്പോഴോ ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോഴോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം കുട്ടിക്ക് കൂടുതൽ ലക്ഷണങ്ങൾ കാണിച്ചു വരുന്നത്. ഇനി നമുക്ക് പലതരത്തിലുള്ള ആസ്മയെ പറ്റി പറയാം. ഇതിനെ ക്ലിനിക്കൽ ഫീനോടൈപ്സ് ഓഫ് ആസ്മ എന്ന് പറയുന്നത്. അതിലാദ്യമായിട്ട് പറയുന്നത് അലർജിക് ആസ്മ അഥവാ എക്സ്ട്രിൻസിക് ആസ്മ എന്ന് പറയുന്നതാണ്. ഇത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് അലർജി മൂലമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉള്ളൊരു വ്യക്തിക്ക് ചെറുപ്പം മുതലേ ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങാം. അത് ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇല്ലാതെയാവാം, റെമിഷനിലേക്ക് പോവാം. ചിലപ്പോൾ അതൊരു ക്രോണിക് പെർസിസ്റ്റൻറ്റ് ആസ്മയായിട്ട് മാറാം. അത് ക്രോണിക് ആയിട്ട് പേഷ്യൻ്റ് എയർ ഫ്ലോ ലിമിറ്റേഷൻ ഉണ്ടാവുക, സ്ഥിരമായിട്ടൊരു ശ്വാസമുട്ടായി മാറുന്ന അവസ്ഥയാവാം. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം അലർജിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നോൺ അലർജിക് അഥവാ ഇൻട്രിൻസിക് ആസ്മ എന്ന് പറയുന്നതാണ്. അപ്പം ഇതിന് കാരണം അലർജി അല്ല. ഇതിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ആസ്മയാണ് ആസ്പിരിൻ എക്സാസർബേറ്റഡ് റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ആസ്പിരിൻ എന്ന ഗുളിക കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ 1-2 മണിക്കൂറിന് ശേഷം രോഗിക്ക് സൈനസൈറ്റിസ്, നീർവീഴ്ച തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം മുട്ടും ചുമയും അതുപോലെ തന്നെ ചിലപ്പം ബോധക്ഷയം സംഭവിക്കുക, ഇതെല്ലാം സംഭവിക്കാം. ഇതെല്ലാം ഈ തരത്തിലുള്ള ആസ്മയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ലേറ്റ് ഓൺസെറ്റ് അഥവാ അഡൽട്ട് ഓൺസെറ്റ് ആസ്മ. അതായത് കൂടുതൽ ഏജ് കൂടിയ ആളുകൾക്ക് വരുന്ന ഒരു തരം ആസ്മയാണ് അഡൽട്ട് ഓൺസെറ്റ് ആസ്മ. അതുപോലെ തന്നെ ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് പൊണ്ണത്തടികളുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ആസ്മയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഇത് ട്രീറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തരത്തിലുള്ള ആസ്മയാണ്. ഇത് കൂടാതെ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പാണ് ഒക്യുപ്പേഷണൽ ആസ്മ. ഒക്യുപ്പേഷണൽ ആസ്മ ഇത് വരുന്നത് വർക്ക് റിലേറ്റഡ് ആസ്മ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ്. വർക്ക് റിലേറ്റഡ് ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമുക്ക് വരുന്ന ട്രിഗേഴ്സ്, അത് അലർജി ഉണ്ടാക്കുന്ന പല പദാർത്ഥങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ കെമിക്കൽസ് ആയിരിക്കാം. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐസോസൈനേറ്റ്സ്, ആൻഹൈഡ്രേറ്റ്സ് തുടങ്ങിയ കെമിക്കൽസ് ആയിട്ട് എക്സ്പോഷർ വരുമ്പം ഉണ്ടാകുന്ന ആസ്മയാണ് വർക്ക് റിലേറ്റഡ് ആസ്മ. കൂടാതെ കൃഷിക്കാരോ അങ്ങനെ പെറ്റ്സിനെ വളർത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് കാരണം വരുന്ന ഈ മോൾഡ്, ഫംഗസ്, അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ ഫർ അങ്ങനെ തുടങ്ങിയ കോൺടാക്റ്റ് വരുന്നതുകൊണ്ട് വരുന്ന ഒരു ആസ്മയായിരിക്കും വർക്ക് റിലേറ്റഡ് ആസ്മ. പിന്നുള്ളത് വർക്ക് എക്സാസർബേറ്റഡ് ആസ്മ, അതായത് ഓൾറെഡി ആസ്മയുള്ള രോഗിക്ക് ഇങ്ങനത്തെ കെമിക്കൽസ് മൂലം ലക്ഷണങ്ങൾ കൂടുന്നൊരവസ്ഥയാണ് വർക്ക് എക്സാസർബേറ്റഡ് ആസ്മ. അടുത്തതായിട്ടുള്ള ഒരു തരത്തിലുള്ള ആസ്മയാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ അഥവാ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ മൈൽഡ് ആയിരിക്കും, അധികം സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. മൈൽഡ് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടായിരിക്കാം സിംറ്റംസ് വരുന്നത്. അതായത് ഒരു നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തി കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പം ആ രോഗിയുടെ ലങ്സിലുണ്ടാകുന്ന ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന വലിവ് ഉണ്ടാകുമ്പം അവിടെ പേഷ്യൻ്റ് പെട്ടെന്ന് ശ്വാസം മുട്ട് അനുഭവപ്പെടുകയും അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മാറുകയും ചെയ്യുന്നു. അതാണ് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ. അപ്പോൾ ഇതാണ് പലതരത്തിലുള്ള ആസ്മയുടെ ക്ലിനിക്കൽ ഫീനോടൈപ്സ്. ഇനി നമുക്ക് പറയാം ഈ ബ്രോങ്കിയൽ ആസ്മ എന്ന രോഗത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എന്തൊക്കെ പരിശോധനകൾ ചെയ്യണം, അതായത് രോഗിയെ നാം എങ്ങനെ അസസ് ചെയ്യണം എന്ന് പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ സിംറ്റംസ് നാം കറക്റ്റായിട്ട് അസസ് ചെയ്യേണ്ടതാണ്. ഈ വഴിയാണ് നമുക്ക് ഈ രോഗം എത്രത്തോളം തീവ്രമാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഇതിനായിട്ട് മെയിനായിട്ട് രോഗിയുടെ ലക്ഷണങ്ങൾ, ഒരാഴ്ചയിൽ എത്ര തവണ രോഗിക്ക് ലക്ഷണം വരുന്നു, രാത്രിയിൽ എത്ര തവണ ലക്ഷണങ്ങൾ വരുന്നു, അതുപോലെ തന്നെ രാത്രി എത്ര തവണ ഉറക്കം ഇല്ലാതെയാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, നാം സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന മരുന്നാണ് യൂഷ്വലി എല്ലാവരും ഈ ഒരു എക്സാസർബേഷൻ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മരുന്ന് എത്ര തവണ ഉപയോഗിക്കേണ്ടി വരുന്നു, ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നാം ഇതിൻ്റെ തീവ്രത കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന് നാം ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകൾ തന്നെ പറയാം. അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഇതിൽ നാം ഈസ്നോഫീലിയ ഉണ്ടോ എന്നുള്ളതാണ് നാം ചെക്ക് ചെയ്യണത്. അതുപോലെ തന്നെ അലർജിയുടെ ഒരു ടെസ്റ്റായിട്ടുള്ള IgE എന്ന് പറയുന്ന IG ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയുന്ന ഒരു ടെസ്റ്റും നാം അതിൽ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ രോഗം സംബന്ധിച്ച് ആസ്മയുടെ കൂടെ തന്നെ ഗ്രാനുലോമേറ്റസ് പോളിയാൻജൈറ്റിസ്, ഈസ്നോഫിലിക് ഗ്രാനുലോമേറ്റസ് പോളിയാൻജൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുണ്ടാകും. അപ്പോൾ ഇതിന് ചിലപ്പോൾ ANA, ANCA അങ്ങനെ തുടങ്ങിയ ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ നാം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു ടെസ്റ്റാണ് ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ ചെയ്യുന്നത് ആസ്മ കൂടാതെ രോഗിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ന്യൂമോണിയോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ രോഗിക്ക് ശ്വാസം മുട്ടുണ്ടാകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെസ്റ്റ് എക്സ്റേ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ടെസ്റ്റാണ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിംഗ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിംഗ് നമുക്കറിയാം, ഇത് രോഗിയുടെ ലങ് കപ്പാസിറ്റി അളക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ഇതിൽ നാം ഒരു കമ്പ്യൂട്ടറിലേക്ക്
നമ്മുടെ ഒരു മൗത്ത് പീസ് വായിൽ വെച്ചിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് ഘടിപ്പിക്കുകയും അതുവഴി രോഗിയുടെ ശ്വാസം വലിക്കാൻ പറയുകയും അതുവഴി ലങ് കപ്പാസിറ്റി അളക്കാൻ സാധിക്കുന്നു. അതിനുശേഷം നാം പേഷ്യൻറ്റിന് ഒരു ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റർ സാൽബ്യൂട്ടമോൾ, ആൽബ്യൂട്രോൾ അങ്ങനെ ഒരു മരുന്ന് കൊടുക്കുകയും അതിന് 15 മിനിറ്റിന് ശേഷം വീണ്ടും ഈ ലങ് കപ്പാസിറ്റി അളക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുവഴി ഈ രോഗിക്ക് ആസ്മയുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ DLCO, ഫ്രാക്ഷണൽ എക്സ്ഹെയിൽഡ് നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയ ടെസ്റ്റുകളും ഇതിന് ലഭ്യമാണ്. ഇത് കൂടാതെ വീട്ടിൽ നമുക്ക് ഇതിൻ്റെ ഒരു സിവിയറിറ്റി നോക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് പീക്ക് ഫ്ലോ മീറ്റർ എന്ന് പറയും. ഇതിൽ നാം പീക്ക് എക്സ്പിറേറ്ററി ഫ്ലോ എന്ന് പറയുന്ന ഒരു മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. ഇതുവഴി നമുക്ക് എല്ലാ ദിവസത്തിലും സിവിയറിറ്റി എത്രത്തോളം ഉണ്ട്, സിംറ്റംസ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് വീട്ടിൽ നമുക്ക് അസസ് ചെയ്യാനും സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ ആസ്മ രോഗത്തിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാം ഈ രോഗം എത്രത്തോളം ഉണ്ട് എന്ന് നാം ആദ്യം സിവിയറിറ്റി കണ്ടുപിടിക്കുന്നു. അപ്പം ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ട്രിഗേഴ്സാണ് ഇതിന് മെയിനായിട്ട് കാരണമാവുന്നത്. അപ്പം ഇതിൻ്റെ ചികിത്സ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, അതായത് എയിംസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രോഗിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ രോഗിക്ക് ആക്ടിവിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഈ ലങ് ഫങ്ഷനിൽ ഉണ്ടാകുന്ന കുറവ് അത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് നാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഹെയിൽഡ് മെഡിസിൻസ് ആണ്. ഇൻഹെയിൽഡ് മെഡിസിൻസ് നമുക്കറിയാം പല തെറ്റിദ്ധാരണകളും ഉള്ള ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഇൻഹെയിൽഡ് മെഡിസിൻസ് എന്ന് പറയുന്നത്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഹെയിൽഡ് മെഡിസിൻസ് എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇത് നാം നേരെ ലങ്സിലേക്ക് എടുക്കുന്ന മെഡിസിൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും സേഫായിട്ട് ആസ്മ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഹേലേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് കൺട്രോളർ ട്രീറ്റ്മെൻറ്റ്, പിന്നെയാണ് റിലീവർ ട്രീറ്റ്മെൻറ്റ്. കൺട്രോളർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ നീർക്കെട്ട് ഇതിനെ കൺട്രോൾ ചെയ്ത് വെക്കാനും ലങ് ഫങ്ഷൻ മോശമാവാതെ നോക്കുന്ന ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഈ കൺട്രോളർ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ലോങ് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, ല്യൂക്കോട്രൈൻ ഇൻഹിബിറ്റേഴ്സ്, ഈ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ് കൺട്രോളർ തെറാപ്പിയിൽ വരുന്നത്. ഇത് നാം നേരത്തെ പറഞ്ഞ പ്രകാരം രോഗിയുടെ ലക്ഷണങ്ങളുടെ തീവ്രത കണ്ടുപിടിച്ച് അതനുസരിച്ചാണ് ഇതിൻ്റെ ഡോസ് നാം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നാം ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡോസ് കൂട്ടാനോ കുറയ്ക്കാനോ സിംറ്റംസ് അനുസരിച്ച് നാം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് റിലീവർ തെറാപ്പി. റിലീവർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിക്ക് ഒരു എക്സാസർബേഷൻ വരുമ്പോൾ, എക്സാസർബേഷൻ എന്ന് പറഞ്ഞാൽ രോഗിയുടെ സാധാരണ ഉള്ള ലക്ഷണങ്ങളെ അപേക്ഷിച്ച് രോഗിക്ക് ലക്ഷണങ്ങൾ കൂടുന്നു, ആ വഴി ട്രീറ്റ്മെൻറ്റ് കൂട്ടി എടുക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ രോഗിയുടെ കണ്ടീഷനിൽ വേരിയേഷൻ വരുമ്പോൾ ഉപയോഗിക്കേണ്ടുന്ന മെഡിസിൻസ് ആണ് റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള മെഡിസിൻസ് ആണ് ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ്, നമ്മൾ പറഞ്ഞ സാൽബ്യൂട്ടമോൾ, ആൽബ്യൂട്രോൾ തുടങ്ങിയ മരുന്നുകളാണ് ഇതൊരു ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാനായിട്ടാണ് ഈ തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ല്യൂക്കോട്രൈൻ ഇൻഹിബിറ്റേഴ്സ്, അമിനോഫിലിൻ, തിയോഫിലിൻ അങ്ങനെ പറയുന്ന കുറച്ച് മെഡിസിൻസ് നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ നമുക്ക് ആസ്മയുടെ സിവിയറിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് ആസ്മയെ പലതരത്തിൽ വിഭജിക്കാം. അതിലാണ് മൈൽഡ് ആസ്മ, മോഡറേറ്റ് ആസ്മ, സീവിയർ ആസ്മ, ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ആസ്മ, ലൈഫ് ത്രെട്ടനിങ് ആസ്മ. ഇതെല്ലാം ഈ ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ആവശ്യം വരുന്നു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ മരുന്നുകൾ കൊണ്ടൊന്നും മാറാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആസ്മയാണ് ലൈഫ് ത്രെട്ടനിങ് ആസ്മ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ രോഗിക്ക് വളരെ ബോധക്ഷയം സംഭവിക്കുക, ഓക്സിജൻ ലെവൽ കുറയുക, ഹാർട്ട് റേറ്റ് കൂടുക, ശ്വാസത്തിൻ്റെ ഗതി കൂടുക, ആക്സസറി മസിൽസ് ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെ പല ചേഞ്ചസ് രോഗിക്ക് വരാം. അപ്പം അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ നാം നേരത്തെ പറഞ്ഞ മരുന്നുകൾ കൂടാതെ പേഷ്യൻറ്റിനെ പലതവണ നെബുലൈസ് ചെയ്യിപ്പിക്കേണ്ടി വരാം. ഈ ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോഡൈലേറ്റേഴ്സ് പലതവണ കൊടുക്കേണ്ടി വരാം. ചിലപ്പോൾ ഓക്സിജൻ കുറഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഓക്സിജൻ കൊടുക്കേണ്ടി വരാം. എന്നാൽ ഇതിലൊന്നും കൺട്രോൾ ആവാതെ ഒരു പേഷ്യൻ്റ് ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരാം. ഇങ്ങനെ പലതരം ഈ രോഗത്തിന് ചികിത്സ നൽകേണ്ടി വരും. ഇനി നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് കൂടാതെ ഈ ട്രീറ്റ്മെൻറ്റ്സിൽ നിൽക്കാത്ത രോഗികൾക്ക് ചിലപ്പോൾ ബയോളജിക്കൽസ് എന്ന് പറയുന്ന മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഈ ബയോളജിക്കൽസ് എന്ന് പറഞ്ഞ മരുന്നുകളിൽ വരുന്ന ചില മരുന്നുകളാണ് ഒമാലിസുമാബ്, മെപ്പോലിസുമാബ്, റെസ്ലിസുമാബ് അങ്ങനെ പറയുന്ന പുതിയ മോഡ് ഓഫ് മെഡിക്കേഷൻസ് ഇതിന് ലഭ്യമാണ്. അതുപോലെ തന്നെ ചില പ്രൊസീജിയേഴ്സ്, ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഈ റേഡിയോ ഫ്രീക്വൻസി ആബ്ലേഷൻ ഉപയോഗിച്ച് ഈ എയർവേസിൻ്റെ നാരോയിങ് മാറ്റാനുള്ള ചില പ്രൊസീജിയേഴ്സും അണ്ടർ റിസർച്ച് ആണ് ഇപ്പം. ഇനി ഒരു പ്രഗ്നൻസിയിൽ ആസ്മയെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ പറയാം.
അത് പ്രഗ്നൻസി നമുക്കറിയാം, ഒരു ഗർഭിണിയായ സ്ത്രീക്ക് പല സംശയങ്ങളുണ്ടാകും. അതായത് ഈ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഗർഭസ്ഥ ശിശുവിന് അത് പ്രോബ്ലംസ് ഉണ്ടാക്കുമോ, അത് അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുമോ എന്നുള്ള പല സംശയങ്ങളുണ്ടാകും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഉള്ളത്, ഈ ഒരു ഗർഭിണിയായൊരു സ്ത്രീ, ആസ്മ ഉള്ള സ്ത്രീ ആയാലും, അത് ഗർഭിണിയായ ശേഷം ആസ്മ വന്ന സ്ത്രീ ആയാലും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മെഡിസിൻസ് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അപ്പോഴത്തെ സിവിയറിറ്റി എങ്ങനെയാണെന്ന് അസസ് ചെയ്തിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യേണ്ടി വരും. അത് ത്രൂ ഔട്ട് പ്രഗ്നൻസി ആ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ചിലപ്പോൾ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ചിലപ്പോൾ സിംറ്റംസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൂട്ടുക, ഡെലിവറിക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണിത്. അപ്പോൾ എന്തിനാണ് ഈ പ്രഗ്നൻസിയിൽ ആസ്മ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസിയിൽ നാം ആസ്മ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ലങ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. അതുപോലെ തന്നെ പ്രീ ടേം ഡെലിവറി, പ്രീ എക്ലാംസി അതായത് BP കൂടുന്ന അവസ്ഥ, അതുപോലെ തന്നെ ജനിച്ച കൊച്ചിൻ്റെ വെയിറ്റ് കുറയുക, ലോ ബർത്ത് വെയിറ്റ് തുടങ്ങിയ പല കോംപ്ലിക്കേഷൻസ് ആസ്മ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസിയിൽ എടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനി എയർ ട്രാവലിൻ്റെ ആസ്മ, അതായത് ഒരു ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി ആസ്മ ഉള്ളതാണെങ്കിൽ എന്തൊക്കെ പ്രിവെൻഷൻ എടുക്കണം, അതായത് പേഷ്യൻ്റ് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റിമൈസ് ചെയ്യണം. അത് ട്രീറ്റ്മെൻറ്റ് ഡോസ് കൂട്ടുന്നതാണെങ്കിൽ ഡോസ് കൂട്ടിയിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. ഇനി ആസ്മ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ നോൺ ഫാർമക്കോളജിക്കൽ തെറാപ്പീസ് ആൻഡ് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നാം പറഞ്ഞു എപ്പോഴും ഒരു ട്രിഗറാണ് ഈ ആസ്മയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ ട്രിഗേഴ്സ് അത് ഇൻഡോർ പൊല്യൂഷൻ ആയിരിക്കാം, ഔട്ട്ഡോർ പൊല്യൂഷൻ ആയിരിക്കാം. അത് നാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ വീട്ടിലെ ഇൻഡോർ പൊല്യൂട്ടൻസ് നേരത്തെ പറഞ്ഞ പോലെ ഫംഗസുകളായിരിക്കാം, ഹൗസ് ഡസ്റ്റ് മൈറ്റ് ആയിരിക്കാം, പെറ്റ്സ് ആയിരിക്കാം, കോക്രോച്ചസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം നിവാരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നാം സ്വീകരിക്കണം. അതായത് മോയ്സ്ചർ ലെവൽസ് വീട്ടിൽ കുറയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നാം വീട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ നാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മാസ്കുകൾ 95 മാസ്കുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്മോക്കിംഗ് ചെയ്തു വരുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. കംപ്ലീറ്റ് സ്മോക്കിംഗ് സെസേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഫിഷ്, അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കറക്റ്റ് സമയത്ത് വാക്സിനേഷൻസ് എടുക്കുക. കോവിഡ് വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിനേഷൻ തുടങ്ങിയ വാക്സിനേഷൻസ് കറക്റ്റ് സമയത്ത് എടുക്കുക. അതുപോലെ തന്നെ ഫുഡ് അലർജി കൊണ്ടാണ് ആസ്മ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷെൽ ഫിഷുകൾ, ഡയറി പ്രോഡക്ട്സ്, എഗ്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അലർജി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഏത് അലർജിനാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് നാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നാം തന്നെ കണ്ടുപിടിച്ച് ആ പദാർത്ഥത്തെ നാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനമായ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്. താങ്ക് യു.